ഇന്നലെ രാത്രിത്തെ ഇണക്കവും പിണക്കവും എല്ലാം കഴിഞ്ഞിട്ടും ഇന്നും നമ്മുടെ ഗബ്രി മുഖം വീർപ്പിച്ച് രാവിലെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒന്നും അറിയാത്ത പോലെ നമ്മുടെ ജാസ്മിൻ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താടാ എന്താ പ്രശ്നം പറയുന്നു. ഇനിയും ജാസ്മിന് മനസ്സിലായില്ലേ എന്താ പ്രശ്നം എന്ന്. ഇന്നലെ വളരെ വ്യക്തമായിട്ട് ഗബ്രി പറഞ്ഞു തന്നല്ലോ. കെട്ടിപ്പിടിച്ചതോ ഉമ്മ വെച്ചപ്പോഴോ അപ്പോഴൊന്നും അറിഞ്ഞില്ല ജാസ്മിന്. ഓക്കെ, മനസ്സിലായി. പക്ഷെ ഇന്നലെ വളരെ വ്യക്തമായിട്ട് ഗബ്രി പറഞ്ഞു തന്നല്ലോ, ജാസ്മിൻ യു ഹാവ് നോ ഐഡിയ ഹൗ മച്ച് ഐ ലവ് യു ആൻഡ് ഇറ്റ്സ് ബിയോണ്ട് റൊമാൻറ്റിക് എന്ന് റിപ്പീറ്റഡ്ലി ഗബ്രി പറഞ്ഞിട്ടും ജാസ്മിൻ ഒന്നും മനസ്സിലായില്ല. ഇതെല്ലാം കേട്ടിട്ടും ഇന്നലെ ജാസ്മിൻ ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇതാണ്, ജാസ്മിൻ എന്ത് തിരിച്ചു പറയണമെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജാസ്മിൻ ഒരു പെട്ട അവസ്ഥയിലാണ്. ഗബ്രി എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ജാസ്മിൻ അറിയുന്നില്ല. ഇനി ഗബ്രിയുടെ പ്രശ്നത്തിലോട്ട് വരുമ്പോൾ ജാസ്മിൻ പവർ റൂമിൽ പോയി ഒറ്റയ്ക്ക് കളിക്കാമെന്ന് പറഞ്ഞതായിരിക്കില്ല പ്രശ്നം. കാരണം വ്യക്തമായിട്ട് ഇന്നലെ ഗബ്രി പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ റിലേഷൻഷിപ്പിൽ ആരും ഇന്റർഫിയർ ചെയ്യണമെന്ന് ഇഷ്ടമല്ല എന്ന്. ആരാ ഇപ്പോൾ ഇന്റർഫിയർ ചെയ്ത്? അർജുൻ. അതെ, ഇന്നലത്തെ ജാസ്മിന്റെയും അർജുന്റെയും ഫാഷൻ ഷോ ആണ് പോസസീവ് അടുപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ഗബ്രിക്ക്. അത് ഗബ്രിക്ക് തുറന്നു പറയാനും വയ്യ. ഇന്ന് രാവിലെയും ഗബ്രിക്ക് അതന്നെയായിരുന്നു പ്രശ്നം. കാരണം ബിഗ് ബോസ് അർജുനെ ആനയിച്ചകത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അതിൽ ജാസ്മിൻ വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അകത്ത് കൊണ്ടുപോയി. അവർ രണ്ടുപേരും അടുത്ത് നിൽക്കുന്ന കാണുമ്പോഴാണ് ഗബ്രിക്ക് ഈ പ്രശ്നം വരുന്നത്. പക്ഷെ ജാസ്മിൻ അത് മനസ്സിലായില്ല എന്ന് നടിക്കുന്നു. എന്താണ് അവിടെ ആക്ച്വലി സംഭവിക്കണമെന്ന് അവർ രണ്ടുപേർക്കേ അറിയുള്ളൂ. പിന്നീട് വൈകുന്നേരം ഗബ്രി വീണ്ടും പറയുന്നുണ്ട് ജാസ്മിനോട്, അർജുന് ജാസ്മിനോട് ഒരു ഇഷ്ടമുണ്ടെന്ന് ഗബ്രിക്ക് തോന്നുന്നുണ്ടെന്ന്. അപ്പോൾ അവിടെ വ്യക്തമായി അർജുനും ജാസ്മിനും കൂടെയുള്ള ഇന്നലത്തെ ആ കോംബോ ആണ് ഗബ്രിക്ക് ഇത്രയും വിഷയമാക്കിയിരിക്കണമെന്ന്. എന്തായാലും കണ്ടനറിയാം ഇത് എവിടേക്കാണ് പോകണമെന്ന്.